ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു സ്നേഹത്തിനോ എൻ്റെ ഒരു ചേർത്ത് നിർത്തലിനോ ഒന്നും ഒരു കുറവും ഉണ്ടായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് റിനി ആൻഡ് ജോർജ്, വി ടി സതീശൻ ആൻഡ് രാഹുൽ മാങ്കൂട്ടം റിലേറ്റഡ് ടു സബ്ജക്റ്റ് ആണ്. അപ്പം കൂടുതൽ മുഖവരയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഭാവി തന്നെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു കാരണക്കൈ റിനി ആൻഡ് ജോർജ് ആണ്. റിനി ആൻഡ് ജോർജിന്റെ കടന്നുവരവോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വൻ മരത്തിന്റെ വേരറക്കാൻ സാധ്യമായത്. ഇന്ന് എന്താണ് നിയമസഭാ ഇലക്ഷൻ, ഇത്തവണത്തെ ഈ നിയമസഭാ ഇലക്ഷനിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരേ ഒരു കാരണക്കാരി റിനി ആൻഡ് ജോർജ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ രാഹുൽ മാങ്കൂട്ടത്തോട് വളരെ സൗഹൃദം സ്ഥാപിച്ച റിനി ആൻഡ് ജോർജ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തോട് ഒരു ചെറിയ പ്രണയമൊക്കെ തോന്നിയ സമയത്ത് അത് തുറന്നു പറയുകയും എന്താണ് രാഹുൽ മാങ്കൂട്ടം അങ്ങ് നിഷേധിക്കുകയും പിന്നീട് അവര് സുഹൃത്തുക്കളായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച പല കാര്യങ്ങളും എന്താണ് വൈരാഗ്യ ബുദ്ധിയുടെ കാര്യം കൊണ്ട് ഇതെടുത്തിട്ട് റിനി ആൻഡ് ജോർജ് എടുത്തിട്ട് അടിക്കുകയും ആദ്യമായിട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് വന്ന് സംസാരിക്കും. ഇരകളുണ്ട്, ഹൂ കെയർ എന്ന് ചോദിച്ചുകൊണ്ട് വരികയും ഒക്കെ ചോദിച്ചുകൊണ്ട് വന്ന ഒരാളാണ് റിനി ആൻഡ് ജോർജ്. അപ്പൊ റിനിയാണ് ഈ ഒരു വലിയ ഒരു സംഭവത്തിന് തിരി കൊളുത്തിയിട്ടിട്ട് പോയത്. അപ്പം നമ്മൾ ഓർക്കണം, നല്ല സൗഹൃദം സ്ഥാപിച്ച് നല്ല ബന്ധത്തിലായിട്ടിരുന്നിട്ട് ഒരു കാലത്ത് സുഹൃത്തുക്കളായിരിക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരു തെറ്റിപ്പിരിഞ്ഞ സമയത്ത് അത് അവർക്ക് അടിക്കാനുള്ള ഒരു ആയുധമാക്കി എടുത്ത റിനി ആൻഡ് ജോർജ്, അതായത് സുഹൃത്തിന്റെ കുതുകാലി വെട്ടി ഒരു കട്ടപ്പ ആയാണ് റിനി ആ രംഗപ്രവേശനം നടത്തിയത്. കട്ടപ്പയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകൾ 1, 2, 3 എന്നിങ്ങനെ വരവുണ്ടായിരുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ ഇരകളുമായിട്ട് എര എന്ന് പറയാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഈ 3 സ്ത്രീകളും പരസ്പര സമ്മതത്തോടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അപ്പൊ പരസ്പര സമ്മതത്തോടെ നടന്ന ഒരു പ്രവൃത്തിക്ക് പിന്നീട് അത് പീഡനമാണ്, അതാണ് മറ്റാണ് മാങ്ങാത്തൊലി എന്ന് പറയുന്നതിൽ എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഇതിലുള്ള കുട്ടി പാൽക്കുപ്പി പിള്ളേരൊന്നുമല്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കല്യാണം കഴിഞ്ഞവരാണ്. എനിക്ക് തോന്നുന്നു തിരുവല്ലക്കാരി മാത്രമുള്ളൂ കല്യാണം കഴിക്കാത്ത എന്ന് തോന്നുന്നു. അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുമില്ലെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും റിലവന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരിൽ നിന്നാണോ നമുക്ക് അറിയേണ്ടത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം മൂന്നാം ഇര എന്ന് ആരോപിക്കപ്പെടുന്ന ഈ പെൺകുട്ടി എന്താണ് റിനി ആൻഡ് ജോർജ് കൺവൈൻസ് ചെയ്തതും അവരുമായിട്ടുള്ള മെസ്സേജും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സിന്റെ എന്റെ കയ്യിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് റിനിക്കുള്ള പണി അത് പുറകിന് വരുന്നുണ്ട്. അത് റിനി എന്താണെങ്കിലും ഫേസ് ചെയ്യുക തന്നെ വേണം. അപ്പൊ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടും റിനിക്കുള്ള പണി രാഹുൽ അവിടെ സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പം എന്താണ് പറയാനുള്ളത്? എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അതൊന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അത് തീർച്ചയായിട്ടും പറയണം. കാരണം ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എങ്കിലും ഇത് ഈ ടോപ്പിക്ക് കുറച്ചധികം ആൾക്കാരോട്ട് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി വി ടി സതീശൻ സാറിനോടാണ്. കാരണം ഇതേ ഒരു പാറ്റേൺ എന്താണ് റിനി വി ടി സതീശനോടും എന്താണ് ചെയ്യുന്നുണ്ട്. എന്താണ് എന്റെ ശ്രീ പത്മനാഭനാണ് എന്നുള്ള ഒരു FB പോസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒലിപ്പിച്ച ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം എന്താണ് CPM-ന്റെ എന്താണ് കലാശക്കൊട്ടിന് പങ്കെടുക്കുന്ന ഒരു വീഡിയോ മറുനാടൻ മലയാളിയിലൂടെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തോട് എന്ത് നെറികേടാണോ കാണിച്ചത് അതേ ഒരു പാറ്റേൺ ആണ് വി ടി സതീശനും ആ ഒരു ഇതും വരുന്നത്. നമുക്കറിയാലോ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ എന്താണ് ഉമ്മൻചാണ്ടി സാറിന് എന്താണ് ഉണ്ടായിരിക്കുന്ന അറിയാലോ. വളരെ ഒരു പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. പക്ഷെ അവസാന നാളുകളിൽ അദ്ദേഹത്തിനെ ഒരു പീഡനവീരനാക്കി, സരിതയുമായിട്ടുള്ള ഒരു പീഡനവീരനാക്കി കളഞ്ഞ് എന്താണ് ക്ലിപ്പ് ഹൗസിൽ എന്താണ് സരിതയുമായിട്ട് കെട്ടിമറിഞ്ഞ് കിടക്കുന്ന രംഗങ്ങളാണ് കണ്ടതെന്നും പിന്നെ അതുപോലെ എന്താണ് ഇദ്ദേഹത്തിന്റെ സീഡ് തപ്പി അങ്ങ് കോയമ്പത്തൂർ വരെ പോയ ആൾക്കാർ തന്നെയുള്ളതാണ്. എക്കാലും സീഡ് തപ്പി പോയവരെല്ലാം ഇന്ന് വീട്ടിൽ ഈച്ച അടിച്ചിരിപ്പുണ്ട്. അത് വേറെ കാര്യം. എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്രത്തോളം മാനം കെടുത്താമോ അത്രത്തോളം മാനം കെടുത്തുകയും ആഭ്യന്തര പദവി അടക്കം തിരുവഞ്ചൂറിന് മാറേണ്ടി വന്നതും പിന്നെ അതിൽ തുടർന്നുണ്ടായ കാര്യങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പൊ വി ടി സതീശന് എന്താണ് ഇപ്പം ആഭ്യന്തര സ്ഥാനം എന്താണേലും രമേശ് ചെന്നിത്തലയാണ്. അന്നത്തെ കാലത്ത് തിരുവഞ്ചൂരിൽ നിന്ന് പിന്നെ രമേശ് ചെന്നിത്തലയിലോട്ട് മാറിയതൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്കിപ്പോ ഒരു വാണിംഗ് ആണ് വി ടി സതീശൻ സാറിനോട് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് ഇത് നല്ല ഒരു കട്ടപ്പ സാധനമാണ്, ഇത് വിഷം കൂടിയ ഒരു ഇനമാണ്, ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ അന്ന് കലാശക്കൊട്ടിന്റെ ഇടയ്ക്ക് വന്ന ഒരു ക്ലിപ്പ് അത് ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കാം.
അപ്പം ഇതാണ് വീഡിയോ. ഇത് വി ടി സതീഷിനെതിരെ തൈസൺ മാസ്റ്റർ, വി ടി സതീഷിനെതിരെ പരവൂറി മത്സരിച്ച തൈസൺ മാസ്റ്ററിന്റെ കലാശക്കൊട്ടിനോടനുബന്ധിച്ച് റിനി നടത്തിയ ആഘോഷ ചടങ്ങിലെ ക്ലിപ്സ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും വി ടി സതീഷിനെ എന്നാണ് ശ്രീ പത്മനാഭനോട് ഉപമിക്കും തന്റെ ഫാദർ ആണെന്ന് പറഞ്ഞ് പലതവണ ആവർത്തി തേനും പാലും ഒഴുക്കി പറഞ്ഞ റിനി എന്തിനാണ് തന്റെ അച്ഛനെക്കാളും വലിയൊരു ഇതാണ് തൈസൺ മാസ്റ്ററുടെ കലാശക്കൊട്ടിന് പോയി നിന്ന് കൊടുത്തത്? അപ്പം ഇതിനകത്ത് എന്തോ ഒരു ചതിക്കുഴി ഇല്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പം വി ടി സതീശൻ ഇന്ന് വരെ എവിടെയും പറഞ്ഞില്ല എന്താണ് ഇതെനിക്ക് എന്റെ മകളെ പോലെയാണ്, അതാണ് ഇതാണെന്ന് എവിടെയും പറഞ്ഞില്ല. അപ്പം ഇതൊന്ന് സൂക്ഷിക്കുക. ഇത് നല്ല വിഷമുള്ള ഇനം തന്നെയാണ്. ഇതിനെ ഒന്ന് അകറ്റി നിർത്തിയാൽ കൊള്ളാമായിരിക്കും എന്നാണ് ഉമ്മൻചാണ്ടിക്ക് വന്ന ഒരു അവസ്ഥ. നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ഇപ്പൊ പറയാനുള്ളത്. അതുകൊണ്ട് കൂടെ കൂട്ടി എന്താണ് പാലും തേനും വെണ്ണം പുരട്ടിയും വരുന്നവരെ എല്ലാരെയും വിശ്വസിക്കാതിരിക്കുക. നല്ല മൂർച്ചയുള്ള കത്തിക്ക് നല്ല മൂർച്ചയുള്ള ഇനമായിരിക്കും, ഇരുവാളിനും നല്ല മൂർച്ചയുള്ള ഇനങ്ങളായിരിക്കും ഈ വെണ്ണ പുരട്ടി വരുന്നവരെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത്രയൊക്കെ നമുക്ക് പറയാവുള്ളൂ. നല്ലൊരു മന്ത്രി ആയിരിക്കട്ടെ, ആരോടും അമിത അടുപ്പം കാണിക്കാതിരിക്കുക, വരുന്നവരുടെ വിഷം അറിഞ്ഞു നിൽക്കുക, ഒരകലം പാലിക്കുക. അപ്പം ഒരുപാട് പാലും വെണ്ണയും തേനും ഒഴുക്കി റിനി നന്നായിട്ട് സംസാരിച്ചൊക്കെ വരുന്നുണ്ട്. അതെന്തിനാണോ ആവോ, ഇതൊരു എന്തൊക്കെ ചതികൾ മറക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.